ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ എപ്പോഴും നാടൻ ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് ഒരു വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കൂലേ? അപ്പോൾ ഇന്നൊരു ഇറ്റാലിയൻ വൈറ്റ് സോസ് പാസ്ത ട്രൈ ചെയ്താലോ? അപ്പോൾ നമുക്ക് ഈ വൈറ്റ് സോസ് പാസ്ത എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യം നമുക്ക് പാസ്ത ഇത് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഓയിൽ ഉപയോഗിച്ചാലും മതി. അതിലേക്ക് 2 കപ്പ് പാസ്തയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ഹോൾ വീറ്റ് പാസ്തയാണ്. അപ്പോൾ പാസ്തയിൽ ഓരോ ഷേപ്പ് ഡിഫറൻസ് ഉള്ള പാസ്തയുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഫുസിലിയാണ്. അപ്പം ഏത് പാസ്ത എടുത്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന പാസ്ത എടുത്ത് ട്രൈ ചെയ്യാം. അപ്പോൾ അത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റായി കുക്ക് ചെയ്യുന്നു. അപ്പം ഇത് വെന്തോന്ന് നോക്കാം. ഒരു പാസ്ത എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇത് വേറൊരു അരിപ്പയിലിട്ടിട്ട് വെള്ളം പോകാൻ വെക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 4 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും നല്ലോണം വഴറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, 1 കപ്പ് ബീൻസ് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ പകുതി ക്യാപ്സിക്കം അതും ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് തന്നെ വേണമെന്നില്ല, വേറെ ഏത് വെജിറ്റബിൾസും വേണേൽ ചേർക്കാം. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെജിറ്റബിൾസൊക്കെ കുക്കാവുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പച്ചക്കറികളൊക്കെ ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പാസ്തയിലേക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ബട്ടറും മൈദയും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ മൈദയുടെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കണം. ഇതിപ്പം കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം മൈദ ഇപ്പം നല്ലോണം തിക്കായി വരുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സോസിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ സോസ് ആക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുകയാണ്. അല്ലെങ്കിൽ ഒറിഗാനോ അല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ വൈറ്റ് സോസിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെജിറ്റബിൾസും സോസും പാസ്തയും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഈ വൈറ്റ് സോസ് ഈ പാസ്തയിൽ നല്ലോണം കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ട് ചീസി ആയിട്ട് ഉണ്ടാവും ഈ പാസ്ത. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയതുപോലെ ആയത് കാരണമാണ് പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്.
ക്രീമി ആൻഡ് ചീസി ആയിട്ടുള്ള പാസ്തയാണിത്. ഇതിന് മേലെയായിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഈ വൈറ്റ് സോസ് പാസ്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.